വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. പെരിന്തൽമണ്ണ PTM കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 11 ബുധനാഴ്ച സമാപനം. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. സുവർണം 2025 എന്ന പേരിൽ നടക്കുന്ന പെരിന്തൽമണ്ണ പൂക്കോയ തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 50ാം വാർഷികാഘോഷ പരിപാടികൾ ബുധനാഴ്ച സമാപിക്കും. സമാപനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സാംസ്കാരിക ഘോഷയാത്ര നടത്തി. പട്ടാമ്പി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ ഘോഷയാത്ര പെരിന്തൽമണ്ണ നഗരത്തിൽ അവസാനിച്ചു. സമാപനത്തിൽ NSS വളണ്ടിയർമാർ ലഹരിക്കെതിരെയുള്ള ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. 50 വർഷത്തെ മഹത്തായ പൈതൃകം ഉൾക്കൊള്ളുന്ന PTMന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് നിർവഹിച്ചത്. തുടർന്ന് ഒരു വർഷം നീണ്ടുനിന്ന വൈജ്ഞാനിക കലാ സാംസ്കാരിക പരിപാടികൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ട് നൽകി. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച 50 പദ്ധതിയുടെ ഭാഗമായി വിവിധ പഠന വകുപ്പുകൾക്ക് കീഴിൽ ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, ഗവേഷണ ശില്പശാലകൾ, വിവിധ ക്ലബ്ബുകളുടെ മേൽനോട്ടത്തിൽ ലീഗൽ, ആന്റി റാഗിംഗ്, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പൊതുജനങ്ങൾക്കായി മെഗാ എക്സ്പോ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്വിസ് മത്സരങ്ങൾ എന്നിവയും നടന്നു. സുവർണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിക്കും. മഞ്ഞളാംകുഴി അലി MLA, മുൻ മന്ത്രി N സൂപ്പി, V ശശികുമാർ എന്നിവർ അതിഥികളായി പങ്കെടുക്കും. ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി 14 ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാഡമായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു വർഷം അക്കാദമികതരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ അക്കാദമികമായി ഉള്ള പ്രവർത്തികളുടെ ഭാഗമായിട്ട് ദേശീയ അന്തർദേശീയ സെമിനാറുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു, വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വർഷമാണ് നമുക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ, റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ തുടക്ക സമയത്തുള്ള പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു, നമ്മുടെ എയിം എന്ന് പറയുന്നത് 50ാം വാർഷികത്തിൽ 5 PhDയും 50 പബ്ലിക്കേഷനും 50 ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. എന്നാൽ സന്തോഷം എന്ന് പറയട്ടെ, നമ്മളിത് കഴിയുന്ന സമയത്ത് നമുക്ക് 10 PhDയും 100ഓളം പബ്ലിക്കേഷൻസും അതുപോലെ 80ഓളം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ നടത്തിയിട്ടുണ്ട്, അതുപോലെ ലഹരിക്കെതിരെ, അതുപോലെ റാഗിങ്, അതുപോലെ നിയമബോധവൽക്കരണം, ട്രാഫിക് നിയമം ഉൾപ്പെടെയുള്ളത്, അതുപോലെ കരിയർ ഗൈഡൻസ് ക്യാമ്പുകൾ, ED ക്ലബിൻ്റെ വർക്ക്ഷോപ്പുകൾ, ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് കോളേജിലെ വിവിധ ക്ലബ്ബുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇവരെല്ലാം തൊട്ടടുത്തുള്ള സ്കൂളുകൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വിവിധ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് പ്രൈസെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്വിസ് കോമ്പറ്റീഷൻ അതുപോലെ. കൗൺസിലർ ഷർലിജ, രാമചന്ദ്രൻ, അബ്ദുൽ കരീം, കോളേജ് യൂണിയൻ ചെയർമാൻ നവാസ് എന്നിവർ സംബന്ധിക്കും. വൈകുന്നേരം 5 മണിക്ക് പ്രശസ്ത ഗായിക നിസ അസീസിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഗസൽ സന്ധ്യയും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അഫ്സൽ ജമാൽ, ഡോക്ടർ നൂറുൽ അമീൻ, അലുമിനി പ്രസിഡന്റ് അബ്ദുൽ കരീം, ഡോക്ടർ V ഹരിദാസൻ, മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ UP യഹിയ ഖാൻ എന്നിവർ പങ്കെടുത്തു.